അല്ലേ? പ്രവാചകനെ കൊല്ലാൻ പോയതാണ് പോയെന്ന് പറയാം. നീ മുഹമ്മദിനെ കൊല്ലാൻ പോവാണോ? എന്റെ സ്വന്തം സഹോദരിനെ ആ മതത്തിലെ മുഹമ്മദിന്റെ ഉടനെ തന്നെ ദിശ മാറ്റി സ്വന്തം സഹോദരി ഫാത്തിമയുടെ അടുക്കലേക്കാണ് യാത്ര. അവിടെ ചെന്നപ്പോൾ സഹോദരിയും ഭർത്താവും ഒന്നിച്ചിരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുന്നു. ആ ആയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ആഴത്തിൽ കടക്കുകയാണ്. അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഈ വിശുദ്ധ ഖുർആൻ ആരെയും ബുദ്ധിമുട്ടാക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്തുവാനല്ല ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. താല്പര്യമുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക്, നല്ല മനുഷ്യനായി നടക്കാൻ താല്പര്യമുള്ളവർക്ക്, സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് നിത്യമായ സ്വർഗം, ശാന്തിയുടെ ഭവനം, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, ആ സമാധാനത്തിന്റെ അല്ലാഹു വിളിക്കുന്ന ആ സമാധാനത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ നിത്യമായി സമാധാനത്തോടുകൂടി വസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു തെറുക്കിവെട്ടാൻ ഉത്ബോധനമാണ്.